കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ നാളെ ഏതെങ്കിലും ഒരു തരത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന അല്ലെങ്കിൽ എഴുതപ്പെടാൻ പോകുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് കെ റെയിൽ അഥവാ സിൽവർ ലൈൻ എന്നതിൽ തർക്കമില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ വൃത്തങ്ങളും മന്ത്രിമാരും മുഖ്യനും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞ വാക്കുകളാണിത്. ഇതനുസരിച്ച് പലയിടങ്ങളിലും കെ റെയിലിനോടനുബന്ധിച്ചുള്ള കല്ലുകൾ സ്ഥാപിച്ചതും വലിയ ചർച്ചയായി മാറിയിരുന്നു. എന്നാൽ ഇന്ന് ആ പദ്ധതി എവിടെ എത്തി നിൽക്കുന്നു? അനുമതി ലഭിക്കാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി കേരളം പൊടിച്ചു കളഞ്ഞത് 70 കോടി രൂപയാണ്. ആരാണ് ഇതിന് ഉത്തരവാദികൾ? കെ റെയിലിൻ്റെ ഭാവി എന്താണ്? പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. പൊതുജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് മരവിപ്പിച്ച സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര അനുമതി ലഭിക്കും മുൻപ് സർക്കാർ പൊടിച്ചു കളഞ്ഞത് 70 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം മാത്രം 22.59 കോടി രൂപ ചെലവിട്ടിട്ടുണ്ട്. പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ 4 വർഷം മുമ്പ് വിജ്ഞാപനം ഇറക്കിയെങ്കിലും 1 സെന്റ് പോലും ഏറ്റെടുക്കാനായിട്ടില്ല. ഇതിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ ശമ്പള ഇനത്തിൽ 9.27 കോടി രൂപ ചെലവിട്ടിട്ടുണ്ട്. സ്വകാര്യ ഭൂമിയിൽ മഞ്ഞക്കുറ്റി ഇടാനുള്ള ശ്രമം ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. 955.13 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ 11 ജില്ലകളിൽ നിയോഗിച്ചിരുന്ന 205 ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ച് ഓഫീസുകൾ പൂട്ടിക്കെട്ടുകയും ചെയ്തിട്ടുണ്ട്. കെ റെയിലുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള ചെലവുകൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കൺസൾട്ടൻസി വിഭാഗത്തിൽ 29.30 കോടി രൂപ, എസ്റ്റാബ്ലിഷ്മെന്റിൽ 20.50 കോടി രൂപ, ലിഡാർ സർവേ 2.09 കോടി രൂപയും അതിർത്തി കല്ലിടലിൽ 1.14 കോടി രൂപയും ചിലവഴിച്ചു. മണ്ണ് പരിശോധനയ്ക്കായി 75.91 ലക്ഷം രൂപയും നീതി ആയോഗിന് മറുപടിയായി നൽകിയത് 56.64 ലക്ഷം രൂപയുടെ ചിലവുമാണ്. തീരദേശ മാപ്പിങ്ങിനായി 49.39 ലക്ഷവും പരിസ്ഥിതി ആഘാത പഠനത്തിനായി 40.12 ലക്ഷം രൂപയും ഹൈഡ്രോഗ്രാഫിക് സർവേക്കായി 32.03 ലക്ഷം രൂപയും സാമൂഹ്യ ആഘാത പഠനത്തിനായി 29.85 ലക്ഷം രൂപയും ഗതാഗത സർവേക്കായി 20.80 ലക്ഷം രൂപയും സ്റ്റേഷൻ ഡിസൈനായി 10.58 ലക്ഷം രൂപയും അല്ലെങ്കിൽ ഇത്രയധികം തുകയാണ് വിവിധ വിഭാഗങ്ങളിലേക്കായി സർക്കാർ ഇതുവരെയും ചിലവഴിച്ചിട്ടുള്ളത്. പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും അനുമതിക്കായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം തുടരുകയുമാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ പദ്ധതിക്ക് റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്ന ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കിയതോടെ സിൽവർ ലൈനിൻ്റെ ഭാവി, അതായത് വരാൻ പോകുന്ന ഈ ഒരു കാഴ്ചപ്പാട് വഴിയടഞ്ഞ മട്ടാണ്. 9 ജില്ലകളിലെ 108 ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. ഭാവി വികസനത്തിന് തടസ്സമാകുമെന്നും നിലവിലെ ലൈനുകളെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് റെയിൽവേ എതിർപ്പുമായി രംഗത്തെത്തിയത്. നേരത്തെ തത്വത്തിലുള്ള അനുമതി നൽകിയിരുന്നെങ്കിലും സാമ്പത്തിക സാങ്കേതിക സാധ്യതകൾ പരിഗണിച്ചായിരിക്കും അന്തിമ അനുമതി എന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. പദ്ധതി രേഖയിൽ 63.940 കോടിയാണെങ്കിലും ചെലവ് 1.26 ലക്ഷം കോടിയാകുമെന്നാണ് നീതി ആയോഗിൻ്റെ തന്നെ കണക്ക്. സിൽവർ ലൈൻ അനിശ്ചിതത്വത്തിലായതോടെ കൽപ്പറ്റ വഴിയുള്ള തലശ്ശേരി മൈസൂർ പുതിയ ബ്രോഡ്ഗേജ് ലൈൻ, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽ, 27 റെയിൽ ഓവർ ബ്രിഡ്ജുകൾ, ശബരി റെയിൽ തുടങ്ങിയ പദ്ധതികളുടെ കൺസൾട്ടൻസി ഏറ്റെടുത്തിരിക്കുകയാണ് കെ റെയിൽ. പദ്ധതി പാതി വഴിയിൽ നിന്നതോടെ ഭൂ ഉടമകളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാരണം ഈ കല്ലിട്ട ഭൂമി വിൽക്കുവാനോ വായ്പ എടുക്കുവാനോ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർമ്മാണങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതിയും ലഭിക്കുന്നില്ല. സമരക്കാർക്കെതിരെയുള്ള കേസുകൾ പോലും ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞതുപോലെ വായ്പ എടുക്കുവാനോ കല്ലിട്ട ഭൂമി മറ്റുള്ളവർക്ക് മറിച്ചു വിൽക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രയവിക്രയം നടത്തുവാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ആർക്ക് വേണ്ടിയാണ് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്ന് ജനങ്ങൾ പലപ്പോഴായി ചോദിച്ചതുമാണ്. കെ റെയിൽ പദ്ധതി ഏതാണ്ട് അടഞ്ഞ അധ്യായമായി മുന്നോട്ട് പോകുമ്പോഴും പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്ന ധാരണയിലും ആത്മവിശ്വാസത്തിലുമാണ് സർക്കാർ. വീണ്ടും കോടികൾ ചെലവഴിച്ച് സാധാരണക്കാരൻ്റെ നെഞ്ചിൽ കല്ലിടുമ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് ഓർമ്മയിൽ വരുന്നത്. കെ റെയിൽ വന്നാൽ 50 കൊല്ലത്തേക്ക് അപ്പുറത്തെ വളർച്ചയാണ് കേരളത്തിനുണ്ടാകാൻ പോകുന്നത്. 20 മിനിറ്റ് ഇടവിട്ട് 39 വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. പാലക്കാട് കൂറ്റനാട് നിന്ന് 2 കെട്ട് അപ്പവുമായി കൊച്ചിയിൽ പോയി അത് വിറ്റ് ഉച്ചഭക്ഷണത്തിന് മുമ്പ് വീട്ടിൽ തിരിച്ചെത്താം. കൂറ്റനാട് നിന്ന് കുടുംബശ്രീക്കാർക്ക് 2 വലിയ കെട്ട് അപ്പവുമായി ഷൊർണൂരിൽ നിന്ന് കയറാം. വീട്ടിൽ നിന്ന് 8 മണിക്ക് പുറപ്പെട്ടാൽ 8:30 ഷൊർണൂരിലെത്തും. 20 മിനിറ്റ് കാത്തിരിക്കുകയേ വേണ്ടൂ. 10 മിനിറ്റ് കഴിഞ്ഞാൽ വണ്ടി വരും. അതെ സാർ, ആ വണ്ടിക്കായി മലയാളികൾ കാത്തിരിക്കുകയാണ്. കോടികൾ പൊടിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളെ കൂടി ഒന്ന് പരിഗണിക്കണമെന്നാണ് അവരുടെ ആവശ്യവും.